പ്രിയമോളെ, ചേച്ചി ടെൻഷൻ അടിക്കണ്ട. അച്ഛനെ അവര് വെറുതെ വിട്ടു. സത്യാണോ? എന്നിട്ട് അച്ഛനെവിടെ? അച്ഛനൊന്ന് ഫോൺ കൊടുത്തേ. അച്ഛ, ചേച്ചിക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന്. ഭഗവാന്. മോളെ, അച്ഛ, അവര് അച്ഛന് വല്ലതും ചെയ്തോ? ഇല്ല മോളെ, ഒന്നും ചെയ്തില്ല. അവർക്ക് എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ. എന്തിനാ അച്ഛനെ അറസ്റ്റ് ചെയ്തെന്ന് അവര് പറഞ്ഞോ? അതല്ലേ രസം. സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാന്ന് പറഞ്ഞാ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ട് എന്നെ ഒരിടത്ത് തിരുത്തി. എന്നിട്ട്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ ഒരാളും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല. പിന്നെങ്ങനെയാ അച്ഛനെ അവര് വിട്ടയച്ചേ? പോലീസുകാരല്ലേ മോളെ, അവർക്കാരെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് എന്തോ ആവാലോ. കുറച്ച് കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായത് ആള് മാറിപ്പോയതാണ്. വേറെ ഏതോ സുധാകരൻ നായരെന്ന് പറഞ്ഞ അവരെന്നെ പിടിച്ചോണ്ട് പോയത്. അബദ്ധം മനസ്സിലായപ്പോ പോലീസുകാരെന്നെ ഒരു ഓട്ടോ പിടിച്ച് എന്നെ തിരിച്ചയച്ചു. മറ്റേ സുധാകരൻ നായരുടെ പേരിലുള്ള കേസ് എന്താണെന്ന് പോലീസുകാർ വല്ലതും പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഏതോ കൊലപാതക കേസാണെന്നാ പറഞ്ഞു. ജീവപര്യന്തം ഉറപ്പായിട്ടും കിട്ടുന്ന കേസാണെന്നാ പോലീസുകാർ പറഞ്ഞത്. ഇനി പേടിക്കാനൊന്നുമില്ല മോളെ. അച്ഛൻ ഒരു കുഴപ്പമില്ല. മോള് സന്തോഷത്തോടെ ദീപാവലി ആഘോഷിക്കും. വെക്കട്ടെ മോളെ. ലോക്കർ കിട്ടും വരെ അയാൾ എന്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുമെന്നാ ഞാൻ കരുതിയത്. എന്നിട്ടും സ്റ്റേഷനിൽ കൊണ്ടു ചെന്നിട്ട് വെറുതെ വിട്ടത് എന്തിനായിരിക്കും? ഹലോ, നിന്റെ അച്ഛൻ വിളിച്ചില്ലേ? വിളിച്ചു. തനിക്കിപ്പോ എന്താ വേണ്ടത്? നിനക്ക് ഞാൻ തന്ന ഒരു മുന്നറിയിപ്പായത്. തൽക്കാലം നിന്റെ അച്ഛനെ വെറുതെ വിടാൻ ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. ജീവപര്യന്തം വരെ കിട്ടാവുന്ന കേസാ അത്. നിന്റെ ജോലി നീ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഇനി ഈ ഇളവുണ്ടാവില്ല. എനിക്ക് ഏറ്റവും വലുത് എന്റെ കുടുംബമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കരുത്. എങ്ങനെയെങ്കിലും ഞാൻ ആ ലോക്കർ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഇനിയെങ്കിലും എന്റെ അച്ഛൻ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ല. നിന്റെ അച്ഛന്റെ വിധി തീരുമാനിക്കുന്നത് ഞാനല്ല, നീയാണ്. ബി കെയർഫുൾ.
പുറകിലേക്കൊന്ന് ചാഞ്ഞാ മതി, അതോടെ തീരും. ഞാൻ അടുത്തേക്ക് വരരുത്. വന്നാ ഞാൻ ചാടും. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ഭ്രാന്ത് കാണിക്കുന്നത് നീയാണ് സൂര്യ. എന്നെ വിശ്വാസമില്ലാത്ത നിന്റെ കൂടെ ഞാൻ എന്തിനു ജീവിക്കണം? ഇതൊക്കെ കളവാണെന്ന് ഇനിയും നീ എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായ അത് അവര് തമ്മിൽ പറഞ്ഞു തീർക്കണം. എന്തു പറഞ്ഞാലും എന്നേക്കാ വിശ്വാസം നിനക്ക് DK ആണല്ലേ? അതെനിക്കിനി സഹിക്കാൻ വയ്യ. എനിക്ക് സങ്കടം പറയാനുള്ള ഒരേ ഒരാള് DK ആണ്. എനിക്കിത് DKയോട് പറഞ്ഞേ പറ്റൂ. ശരി, എന്നാ നീ പൊക്കോ. പക്ഷേ താഴെ നീ എത്തും മുൻപ് നിന്നെ സ്വീകരിക്കാൻ എന്റെ ശവം അവിടെ കാണും. ചാടുവെന്ന് പറഞ്ഞ ഞാൻ ചാടിയിരിക്കും. അവിനാശ്, വേണ്ട അവിനാശ്. നിന്റെ വീട്, നിന്റെ സ്വന്തം വീട്. പക്ഷേ ഈ രാത്രി ഇവിടുത്തെ രാജാവ് ഞാനാ. ഇനി മേലിൽ അറിയാതെ പോലും ഈ വഴിക്ക് വന്നേക്കരുത്. നീ കാരണം, നീ മാത്രമായിരിക്കും എന്റെ മരണത്തിന് കാരണം. നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? നിങ്ങൾ മരിച്ചു കാണാൻ വേണ്ടിയല്ല. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ DKയ്ക്ക് മാത്രമേ കഴിയൂ. മര്യാദക്ക് നീ താഴെ ഇറങ്ങ്. നീ വിചാരിക്കുന്ന പോലല്ല DK. അയാൾക്ക് എന്നോട് ശത്രുതയുണ്ട്. അയാൾ നീ പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ. എല്ലാവർക്കും മുന്നിലും അപമാനിക്കപ്പെടുന്നതിലും നല്ലത് മരിക്കുന്നതാണ്. ഞാനിപ്പോ ചാടും. ഞാൻ ചാടും. അവിനാശ്, no! ചാടരുത്. അവിനാശ്, എന്നെ വിട്. താഴെ ഇറങ്ങ്. എനിക്ക് ചാടണം. സൂര്യ, എന്നെ വിട്. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? എനിക്ക് മരിക്കണം. സൂര്യ. കൊല്ലും നിന്നെ ഞാൻ. നീ എന്താണ് ഈ കരുതിയത്? എല്ലാം ചെന്ന് DKയോട് പറഞ്ഞു കൊടുക്കാവുന്നോ? അതിന് നീ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടടി എല്ലാം പോയി പറയാൻ. ചാകാൻ പോകുന്നത് ഞാനല്ലടി, നീയാ. നീ DK, ഇനി നീ ഉണരില്ല. ഈ മയക്കത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച് മരണത്തിലേക്ക്. അതാ നിന്റെ വിധി. ഉണർന്നിരിക്കുമ്പോൾ നിന്നെ കൊല്ലാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പുറത്ത് ദീപാവലിയുടെ പടക്കം പൊട്ടിത്തെറിക്കുമ്പോ നീ ഇതിനകത്ത് പൊട്ടിച്ചിതറിത്തീരും. നിന്നോടുള്ള എന്റെ പക ഞാൻ ഇന്ന് തീർക്കും DK. എല്ലായിടത്തും നീ എന്നെ ചതിച്ചു. എന്റെ എല്ലാം പോയി. ജയിൽവാസം എന്നെ ക്രൂരനാക്കി. നീ ഇല്ലതായാൽ ഈ കുടുംബം തകരും. പിന്നെ ഓരോന്നായി അറുത്തു മുറിച്ച് കൊല്ലും. ഞാൻ നിന്നെ ചേർത്ത് പിടിച്ച് ഒരു സെൽഫി എടുക്കട്ടെ DK?
കൊള്ളാം. DK, ഇനി യാത്രയാണ്. അവസാന യാത്ര. എല്ലാം നിനക്ക് DKയോട് പറയണം അല്ലടി. പ്ലീസ് എന്നെ കൊല്ലരുത്, എന്നെ വിട്. പ്ലീസ് വേണ്ട, പ്ലീസ് വിട്. ശ്വാസം വിട്ടുന്നു, പ്ലീസ് ശ്വാസം വിട്ടുന്നു, പ്ലീസ്. DKയൊന്നും പറയില്ല, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. എന്നെ വിട്. ശരി, നിന്നെ ഞാൻ കൊല്ലുന്നില്ലടി. പക്ഷേ നീ ആത്മഹത്യ ചെയ്യും. മാനസിക വിഭ്രാന്തി മൂലം ഇൻസ്പെക്ടർ അവിനാഷിന്റെ ഭാര്യ സൂര്യ അമരാവതിയുടെ ടെറസിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. നാളെ പത്രത്തിലൊരു ചെറിയ വാർത്ത, അത്രേ ഉള്ളടി. അറിഞ്ഞതെല്ലാം ശരിയാടി. എനിക്ക് പ്രിയ ഇഷ്ടം. അവളെ കെട്ടാൻ ഞാൻ എന്തും ചെയ്യും. ഞങ്ങൾക്ക് തടസ്സം നിൽക്കാൻ നീ ഇനി വേണ്ട. അതുകൊണ്ട് നീ പോ, സമാധാനമായിട്ട് പോ. ഗുഡ് ബൈ. തൊലയടി.
ഡ്രൈവർ ഡ്രൈവർ നിക്ക. ആരേത്? ഇവിടുത്തെ ഡ്രൈവറാണെന്ന് തോന്നുന്നില്ലല്ലോ. ഈശ്വര, ഇനി കള്ളനാണോ? ഇതിനിടയ്ക്ക് കള്ളൻ കയറിയോ? ഈശ്വര, ഇതെങ്ങാനും പൊട്ടി DK മരിച്ചാ ഇതും കൂടി ആ യക്ഷികൾ എന്റെ തലയിലാക്കും. ഹിറ്റ്ലർ! 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 ഹിറ്റ്ലർ, ഒന്ന് കണ്ണു തുറക്ക്. കണ്ണു തുറക്കാൻ. ഹിറ്റ്ലർ, നിങ്ങളിപ്പോ പൊട്ടിത്തെറിച്ചേനെ. ഒന്ന് കണ്ണു തുറക്ക്. എന്ത് കിടന്ന് ഉറങ്ങാണോ? ഹിറ്റ്ലർ, കണ്ണു തുറക്കാൻ. ശ്വാസമുണ്ട്. ഭാഗ്യം ചത്തിട്ടില്ല. ഹിറ്റ്ലർ, ഹിറ്റ്ലർ ഒന്ന് എഴുന്നേക്കാൻ. ഹിറ്റ്ലർ! ചെയ്തേ? അല്ല, ഈ പടക്കം മുഴുവൻ നിങ്ങളുടെ ദേഹത്തെ കെട്ടിവെച്ചപ്പോ നിങ്ങൾ എന്താ ഉറങ്ങായിരുന്നോ? ഈ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പിന് ആരായാലും ഇതൊക്കെ ചെയ്തു പോവും. എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അയ്യടാ, മരണത്തിൽ നിന്ന് രക്ഷിച്ച എന്നോട് ഇപ്പൊ ദേഷ്യപ്പെടുന്ന? അതെ, ആദ്യം കെട്ടഴിക്കണോ അതോ ഈ പടക്കം പൊട്ടിക്കണോ? എടി ബേക്കറിക്കാരി, അവസരം കിട്ടിയപ്പോ നീ മുതലെടുക്കാണല്ലേ? ആദ്യം നീ കെട്ടഴിക്ക. ഈ കസേരയൊക്കെ ഓക്കെയാ, പക്ഷെ ഈ പടക്കം അത് പ്രശ്നമാണ് കേട്ടോ. തൊട്ടാ ചെലപ്പോ പൊട്ടും. ഈ ഇരിപ്പിൽ ഇതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച കാണാൻ നല്ല രസമായിരിക്കുമല്ലേ? നിന്നെ ഞാൻ
വിട്.